അരുവിക്കരയുടെ NDA സ്ഥാനാർത്ഥി വിവേക് ഗോപൻ ചേരുന്നുണ്ട്. ഒരുപക്ഷെ സൂരജ് എന്ന് പറഞ്ഞാലായിരിക്കും ആളുകൾക്ക് കൂടുതൽ അറിയാം, അങ്ങനെയാണോ? അങ്ങനെയല്ല, ഇപ്പോൾ വിവേക് ഗോപൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം. കാരണം കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് BJPയുടെ ഒരു സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മത്സരിച്ചതിന് ശേഷം ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം. വിവേക് ഗോപൻ എന്നുള്ള പേരും ആൾക്കാർക്ക് അറിയാം. ഇപ്പോഴും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്തും പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാർ സൂരജ് എന്നുള്ള പേരൊക്കെ മാറ്റി, സൂരജ് എന്നുള്ള പേരുണ്ട്, പക്ഷേ വിവേക് ഗോപനാണ് എന്നുള്ളത് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു മണ്ഡലത്തിൽ? അതിശക്തമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം, ഇന്നിപ്പോൾ 2ാമത്തെ ദിവസം ആയതേ ഉള്ളൂ. മെനങ്ങാന്ന് ഉച്ചയ്ക്ക് ആണ് അറിഞ്ഞത്. അപ്പം തന്നെ ഞാൻ വൈകിട്ടോടുകൂടി മണ്ഡലത്തിലെത്തി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സീരിയൽ ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഈ ജനങ്ങളിലേക്ക് എത്താൻ, അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ ഇതിനോടകം? അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ അവരുടെ മുന്നിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അവരെല്ലാം നമ്മളെ സ്വന്തം വീട്ടിൽ ഡെയിലി കാണുന്ന അവരുടെ മക്കളും മോനെ പോലെയൊക്കെയാണ് അവരെന്നെ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ട്. കാരണം അവർ വളരെ അടുത്ത് വന്ന് നമ്മളോട് സംസാരിക്കുമ്പോഴും കാര്യങ്ങൾ പറയുമ്പോഴും ഒക്കെ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും തിരിച്ച് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു. കാരണം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലുന്ന ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവർ നമ്മളെ കണ്ടൊരു വലിയ നടനോ അല്ലെങ്കിൽ വലിയ ആളെന്നുള്ള രീതിയിൽ മാറി നിൽക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. അവരെന്നോടൊപ്പം വരാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. ഇൻക്ലൂഡിങ് വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ പോലും അവരെന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ തന്നെയാണ് ഞാനും അങ്ങോട്ടും പെരുമാറുന്നത്. മണ്ഡലത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്? ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ഒന്ന് കുടിവെള്ള പ്രശ്നം വളരെ മെയിനാണ്. നമ്മളൊക്കെ വിചാരിക്കും അരുവിക്കരയിൽ കുടിവെള്ള പ്രശ്നമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അരുവിക്കരയിലാണ് ഏറ്റവും കൂടുതൽ കുടിവെള്ള പ്രശ്നമുള്ളത്. കാരണം നമ്മുടെ സിറ്റിയുടെ പല ഭാഗത്തു നിന്നും കുടിവെള്ളം കൊണ്ടുപോകുന്ന അരുവിക്കരയിൽ നിന്നാണെങ്കിലും അവിടെ ഉള്ളിൽ കുറച്ച് മേഖലകളിലൊന്നും ഈ പറഞ്ഞ പോലെ കുടിവെള്ളം തന്നെ ഇല്ല എന്നുള്ളത്, കുടിവെള്ള ക്ഷാമത്തിലാണ്. അപ്പം അങ്ങനെയുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പിന്നെ റോഡുകളൊക്കെ കുറച്ച് ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പല റോഡുകളും ഈ യാത്രാ സൗകര്യം തീരെ പോകാൻ പറ്റാത്ത റോഡുകളാണ്. അത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാനോ ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ട് പോകാനോ പറ്റാത്ത അവസ്ഥയിലുള്ള പല ശോചനീയ അവസ്ഥയിലുള്ള പല മേഖലകളും റോഡുകളുണ്ട്. അതുപോലെ ഷെഡ്യൂൾ ട്രൈബിനുണ്ട്, അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പറയത്തക്കതായിട്ടുള്ള നിലവാരമുള്ളതൊന്നുമില്ല. ഒരു ആംബുലൻസ് പോലും ഇല്ലാത്ത ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ അംഗൻവാടികളുണ്ട്. അംഗൻവാടികളൊക്കെ വളരെ ശോചനീയ അവസ്ഥയിലാണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു മണ്ഡലം ആയതുകൊണ്ട് ആയിരിക്കാം പലരും ശ്രദ്ധിക്കാത്തതും. പിന്നെ അവിടെ ഒരു സിറ്റിംഗ് MLA ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥിരം സിറ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം മണ്ഡലത്തിലോട്ട് ഇറങ്ങി നടന്ന് പ്രശ്നങ്ങൾ പഠിക്കാനോ പരിഹരിക്കാനോ ശ്രമിക്കാറില്ല എന്ന് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടപ്പോൾ തോന്നി. ഇത് ശക്തമായ മത്സരമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് അരുവിക്കര. അപ്പോൾ അതിലെന്തെങ്കിലും ആശങ്കകളുണ്ടോ? അങ്ങനെ ആശങ്കകളൊന്നുമില്ല. കാരണം വളരെ എന്താ പറയുക, ചുറുചുറുടുപ്പോടുകൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ട്. അതുപോലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് തരാനായിട്ട് ഒരുപാട് മുതിർന്ന നേതാക്കളുണ്ട്. അപ്പം നല്ല ശക്തിയോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം ഇവരുടെയൊക്കെ പിന്താങ്ങും ശക്തി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്? 100%. തീർച്ചയായിട്ടും അത്തരത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ അരുവിക്കര മണ്ഡലത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് എന്നൊരു ധാരണയോടുകൂടി തന്നെയാണ് വിവേക് ഗോപൻ മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.